ഇതാ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. തൃശൂർ ചാലക്കുടിയിൽ സ്ത്രീയെ ഓൺലൈൻ വീഡിയോ കോളിൽ വിളിച്ച് ബന്ദിയാക്കി തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. മേലൂർ സ്വദേശി ട്രീസയാണ് തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. 1.5 ദിവസമാണ് ഇത്തരത്തിൽ ബന്ദിയാക്കിയിരിക്കുന്നത്. അനീഷ് ആന്റണി ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നു. തൃശൂർ ചാലക്കുടിയിൽ സ്ത്രീയെ ഓൺലൈൻ വീഡിയോ കോളിൽ ബന്ദിയാക്കി തട്ടിപ്പ് നടത്തിയ വാർത്തയുടെ വിവരങ്ങളാണ് അനീഷ് ആന്റണിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓർക്കുക, സമൂഹത്തിലെ ഉന്നതരെ അടക്കം ഇത്തരത്തിൽ പല ഘട്ടങ്ങളിൽ CBIയിൽ നിന്നാണ്, പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥ സംഘത്തിൽ നിന്നാണ്, NIAയിൽ നിന്നാണ്, ദേശീയ അന്വേഷണ ഏജൻസിയിൽ നിന്നാണ് നിങ്ങളെ ഞങ്ങൾ ഓൺലൈനായി അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ ഇത്ര തുക കെട്ടിവെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പലരും തട്ടിപ്പിനിരയായിരുന്നു. അതുകൊണ്ട് ആരും തട്ടിപ്പിന് ഇരയാവരുത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മളുടെയൊക്കെ ഫോണിൽ നമ്മൾ ആരെങ്കിലും ഫോൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തിൽ നിന്ന് മുന്നറിയിപ്പുകൾ നമ്മളുടെ ഫോണിലൂടെ നിരന്തരം കേൾക്കുന്നുണ്ട്. ഇപ്പോഴിതാ അതെല്ലാം ആ സന്ദേശങ്ങളെയും ബോധവൽക്കരണത്തെയും ഒക്കെ മറികടന്നുകൊണ്ട് ഓൺലൈൻ തട്ടിപ്പുകാർ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. തൃശൂർ ചാലക്കുടിയിൽ സ്ത്രീയെ ഓൺലൈൻ വീഡിയോ കോളിൽ ബന്ദിയാക്കി തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. മേലൂർ സ്വദേശി ട്രീസയ്ക്ക് എന്താണ് പറ്റിപ്പോയത് അനീഷ് ആന്റണി? അത് ആ തട്ടിപ്പുകളുടെ എല്ലാം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ചാലക്കുടി മേലൂർ സ്വദേശിയായിട്ടുള്ള ട്രീസ ഇരയായിട്ടുള്ളത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ട്രീസയ്ക്ക് ഒരു വീഡിയോ കോൾ വരികയാണ്. ആ വീഡിയോ കോളിൽ അപ്പുറത്ത് മറുവശത്തിരിക്കുന്ന ആൾ പോലീസിന്റെ വേഷം ധരിച്ച് യാതൊരുവിധ സംശയവും തോന്നാത്ത രീതിയിൽ ഒരാളിരിക്കുന്നു. എന്നിട്ട് ട്രീസയോട് പറയുന്നു, നിങ്ങളുടെ പേരിലുള്ള ആ ഐഡിയ സിം മറ്റൊരാൾ സന്ദീപ് എന്ന് പറയുന്ന ഒരാൾ ആ നമ്പർ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് മറ്റൊരു നമ്പർ സിം എടുത്ത് ആ നമ്പറിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി അതിന്റെ പങ്ക് വലിയൊരു തുക അയാൾ ഈ നമ്പർ പ്രകാരമുള്ള അക്കൗണ്ടിലേക്ക് കൈപ്പറ്റി. അതുകൊണ്ടാണ് നിങ്ങളെ ഇത്തരത്തിൽ വിളിക്കുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ട്രീസയുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ തുകയും ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തു തരണം. മാത്രമല്ല ഇത് നാട്ടിലുള്ള, അതായത് കേരള പോലീസിനെ വിവരം അറിയിക്കരുത്, കേരള പോലീസിനെ വിവരം അറിയിച്ചാൽ നിങ്ങൾ ആപത്തിലാവും എന്നൊക്കെ പറഞ്ഞ് 1.5 ദിവസം, ഞായറാഴ്ച ഉച്ച മുതൽ പിറ്റേ ദിവസം വൈകിട്ട് വരെ ഈ ട്രീസയെ ഓൺലൈൻ ബന്ദിയാക്കിയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്. ഈ സമയത്ത് ട്രീസയും ട്രീസയുടെ ബന്ധുവായ എലി എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയും മാത്രമേ ആ വീട്ടിലുള്ളൂ. ഇവരുടെ മക്കൾ വിദേശത്താണ്. ഈ 1.5 ദിവസം ഇവർ ഈ പല തവണ വിളിച്ച് ഇവരെ മാനസികമായി ഭീഷണിപ്പെടുത്തി, നിങ്ങൾ ദേശദ്രോഹ കുറ്റം ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ നമ്പർ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത സന്ദീപ് എന്ന് പറയുന്ന ആൾ ദേശദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്ത് അതിന്റെ പങ്ക് പറ്റിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ തുകയും ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തു തരണം എന്ന് പറഞ്ഞു. ഇതനുസരിച്ച് ട്രീസ അവസാനം ട്രീസയുടെ അക്കൗണ്ടിലുള്ള 2,60,000 രൂപയ്ക്ക് ചെക്ക് എഴുതി സമീപവാസിയായിട്ടുള്ള ഒരാളെയും കൂട്ടി, അയാളോട് പോലും ട്രീസ ഭയപ്പെട്ടുകൊണ്ട് ഈ കാര്യം പറഞ്ഞില്ല. ബാങ്കിൽ ചെന്ന് ഈ പണം അവർക്ക് കൈമാറാൻ ശ്രമിച്ചു. പക്ഷേ ഇത്രയും വലിയൊരു എമൗണ്ട് 2,60,000 രൂപ ഓൺലൈൻ വഴി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല എന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. ഇതോടെ ഈ വിവരം ഈ തട്ടിപ്പുകാരെ വിളിച്ചു. അപ്പൊ തട്ടിപ്പുകാർ പറഞ്ഞു, അവർക്ക് പല ഗൂഗിൾ പേ നമ്പറുകൾ കൊടുത്തു, ഈ നമ്പറുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ 10,000 രൂപ, 20,000 രൂപ, 30,000 രൂപ ഒക്കെ പലതവണ ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവസാനം 5,000 രൂപ വീതം 40,000 രൂപയോളം പല നമ്പറുകളിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ആ സമയത്ത് മാത്രമാണ് ട്രീസയ്ക്ക് ഇത് സംശയമായി തോന്നിയത്. തുടർന്ന് സമീപവാസിയായിട്ടുള്ള ജോസ് എന്ന് പറയുന്ന ആളോട് ഈ വിവരം പറയുകയാണ് ഉണ്ടായത്. അതിനോടകം 40,000 രൂപയോളം ഇവർ ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ജോസും ഈ ട്രീസയും ചേർന്ന് പോലീസിൽ പരാതി നൽകി, തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം പരാതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും 1.5 ദിവസം വലിയ രീതിയിലുള്ള മാനസിക പ്രയാസത്തിൽ ഇവരെ ബുദ്ധിമുട്ടിച്ചു എന്ന് വേണം പറയാൻ. ഇവർക്ക് യാതൊരുവിധ സംശയവും ഈ ഓൺലൈനിൽ വിളിച്ച ആളുകളെ കുറിച്ച് തോന്നിയില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഹിന്ദിയിലാണ് സംസാരിച്ചത്. ഇവർ നേരത്തെ നോർത്ത് ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവർക്ക് ഹിന്ദി നന്നായി വശമുണ്ട്. അതുകൊണ്ട് അവരോട് കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കുവാനായി ട്രീസ പറയുന്നത് SI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ വേഷം ധരിച്ച യാതൊരുവിധ സംശയവും 1.5 ദിവസം ആവുന്നത് വരെയും ഇവർക്ക് തോന്നിയില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ നമുക്കറിയാം, ബനേഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ സമൂഹത്തിലെ പ്രമുഖ വ്യക്തികളെ അടക്കം CBIയിൽ നിന്നാണ്, മറ്റ് അന്വേഷണ ഏജൻസികളിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിൽ ഓൺലൈൻ അറസ്റ്റ് രേഖപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയ കഥകൾ നമുക്കറിയാം. എന്നിട്ട് പോലും ആളുകൾ ഇത്തരത്തിൽ ഈ ചതിക്കുഴിയിൽ വീഴുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്
ചാലക്കുടി സ്വദേശിയായിട്ടുള്ള ഈ മേലൂർ സ്വദേശിയായിട്ടുള്ള ട്രീസ എന്തായാലും മുഴുവൻ അക്കൗണ്ടിലെ മുഴുവൻ തുകയും നഷ്ടപ്പെട്ടില്ല എന്നത് മാത്രമാണ് ഇതിൽ ആശ്വാസകരമായ കാര്യം. പക്ഷേ 40,000 രൂപയോളം അവർക്ക് കൈക്കലാക്കാൻ പറ്റിയ തരത്തിലുള്ള തട്ടിപ്പ് നടത്തി. എന്തായാലും ട്രീസ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞു. ബനേഷ്, ട്രീസ ഇതേക്കുറിച്ച് എന്തെങ്കിലും ഇപ്പോൾ പറയുന്നുണ്ടോ? നിരാശാഭരിതയായ ട്രീസയ്ക്ക് എന്താണ് പറയാനുള്ളത്? പറ്റിപ്പോയി എന്നാണോ? തീർച്ചയായും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് 1.5 ദിവസം ഇവർക്ക് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ. അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ കൂടിയാണ് ട്രീസ. ഹിന്ദി ഭാഷ നന്നായിട്ട് വശമുണ്ട്. എന്നിട്ട് പോലും ഇവർക്ക് ഈ സംസാരിക്കുന്നതും ഇതെല്ലാം യഥാർത്ഥമായ ആളുകളാണ്, യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നൊരു കാര്യത്തിൽ തന്നെയാണ് ഇവർക്ക് 1.5 ദിവസം വരെ ഇവർ വിശ്വസിച്ചത്. പിന്നീട് ഒടുവിൽ വിവിധ ഗൂഗിൾ പേ നമ്പറുകൾ വിവിധ വ്യക്തികളുടെ പേരിലുള്ള നമ്പറുകൾ തന്നപ്പോൾ എന്നിട്ട് പോലും 40,000 രൂപയോളം അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് അത്തരത്തിൽ ഇത് തട്ടിപ്പാണോ എന്നൊരു സംശയം പോലും തോന്നിയത് എന്ന് വേണം എടുത്തു പറയാൻ. അത്രയും മിടുക്കരാണ് ഈ തട്ടിപ്പുകാർ എന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ. യാതൊരു വിധ സംശയവും തോന്നാതെ 1.5 ദിവസം വരെ മുൾമുനയിൽ നിർത്തി, അതും ഈ മുറിയിൽ നിന്നും വീട്ടിലെ മുറിയിൽ നിന്നും പുറത്തിറങ്ങാതെ നിർത്തി എന്നതാണ് ട്രീസ പറയുന്നത്. ഹിന്ദി ഭാഷ വശമുള്ളത് കൊണ്ടാണ് ഇവരുമായി സംസാരിക്കാൻ ഇത്രയും നേരം ഇത്രയും മണിക്കൂറുകളോളം ഇവരുമായി സംസാരിക്കാൻ ഇവർ പറയുന്നത് പോലെ ചെയ്യാനും ട്രീസയ്ക്ക് കഴിഞ്ഞത്. പക്ഷേ ഈ ഗൂഗിൾ പേ നമ്പറുകൾ പല ആളുകളുടെ നമ്പറുകൾ വന്നതോടെയാണ് ഒടുവിൽ ഇവർക്ക് സംശയം തോന്നിയതും ഇവർ സമീപവാസിയും ബന്ധുവൊക്കെ ആയിട്ടുള്ള ജോസിനോട് ഈ വിവരം പറയുന്നതും ജോസ് ട്രീസയും കൂടി പോലീസിൽ പരാതി നൽകാനും ഇടയാക്കിയ. എന്തായാലും അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും തട്ടിപ്പുകാർക്ക് കൈക്കലാക്കാൻ കഴിഞ്ഞില്ല എന്നത് മാത്രമാണ് ഇതിൽ ആശ്വാസകരമായ കാര്യം. പക്ഷേ 40,000 രൂപയോളം പല നമ്പറുകളിലേക്കായി അവർ അയച്ചു വാങ്ങുകയാണ് ഉണ്ടായത്. ബനേഷ്, ഇല്ല, 40,000 രൂപ പോയി എന്നുള്ളത് പോയി. പക്ഷേ ആ 40,000 രൂപയേക്കാളും വലിയ വിലപിടിപ്പുള്ള മനസമാധാനമാണ് അതിൻ്റെ ഒപ്പം പോയത്, അല്ലേ? കാരണം അത്രയധികം ടെൻഷനിലൂടെ സങ്കീർണതകളിലൂടെ ഒക്കെ അവർക്ക് കടന്നു പോകേണ്ടി വന്നു 1.5 ദിവസത്തോളം, അല്ലേ? തീർച്ചയായും ബനേഷ്, ഇതിന്റെ ആദ്യഘട്ടത്തിൽ വരുന്നത് ഐഡിയയിൽ നിന്നാണ് എന്ന് പറഞ്ഞൊരു വനിത വിളിക്കുന്നു. നിങ്ങളുടെ നമ്പർ ഇത്ര മണിക്കൂറിനുള്ളിൽ കട്ടാകും എന്ന് പറയുന്നു. അപ്പോൾ ഇവർ അവരോട് ചോദിച്ചു, എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? ഞാൻ റീചാർജ് കൃത്യമായി ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് കട്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളുടെ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരാൾ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്ത് അതിൽ വലിയ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തി വലിയ തുക അയാൾ കൈക്കലാക്കി. അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ തുകയും പോലീസിന് കൈമാറണം, നിങ്ങൾ നാട്ടിലെ പോലീസിനെ അറിയിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഇവരെ മാനസികമായി വിഷമത്തിലാക്കി. ഇവർ 1.5 ദിവസം വലിയ രീതിയിലുള്ള മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നുപോയതെന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് വീട്ടിൽ മക്കളില്ല, മക്കൾ വിദേശത്താണ്, മറ്റൊരു സ്ത്രീ മാത്രമേ ഇല്ല എന്ന് പറയുന്നവർ പലതവണ കോളുകളിൽ ബന്ധപ്പെട്ട് ഇവർ മാനസികമായി സംഘർഷത്തിലിരുന്നു. അതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. അത്ര സമയം 1.5 ദിവസം എന്ന് പറയുന്നത് ചെറിയ സമയമല്ല. അത്രയും സമയം ഇവരെ പേടിപ്പിച്ച് ഭീതിയിലാഴ്ത്തി മുൾമുനയിൽ നിർത്തിയാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തിയത്. അതും യാതൊരുവിധ സംശയത്തിനും ഇടവരുത്താതെ നടത്തി എന്നാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. ബനേഷ്, അതെ, 1.5 ദിവസം എന്ന് പറയുമ്പോൾ ആ 1.5 ദിവസം പൂർണ്ണമായിട്ടല്ല, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു, അങ്ങനെ തുടരുന്നു. അപ്പോൾ ഒറ്റയടിക്ക് 1.5 ദിവസം കൊണ്ട് വലിയ അധ്വാനമില്ലാതെ ഒരു സിനിമയിലെ അഭിനയം പോലെ പോലീസിന്റെ വേഷമിട്ട് അഭിനയിച്ച് ഈ മഹാന്മാർ, ഉദ്ധരണിക്കകത്താണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്, സിനിമയെ വെല്ലുന്ന രീതിയിൽ പോലീസ് വേഷം, കാക്കി വേഷവും മറ്റുമൊക്കെ ധരിച്ച് അവർ ഒരു സിനിമാഭിനയത്തിലൂടെ, ഓൺലൈൻ സിനിമാഭിനയത്തിലൂടെ ഇതാ ഒരു മലയാളിയെ പറ്റിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളം ആയിരുന്നു. ഇപ്പോൾ മിസോറാം അതിൻ്റെ തൊട്ട് മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ സാക്ഷരതയുള്ള കേരള സംസ്ഥാനത്തിലെ മഹാന്മാരും മഹതികളുമായിട്ടുള്ള സദാ ഓൺലൈനിൽ വ്യാപരിക്കുന്ന, മൊബൈൽ വിട്ടൊരു കളിയില്ല എന്ന് പറയുന്ന അതേ മലയാളികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓൺലൈൻ തട്ടിപ്പിന് ഇരയാക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിൽ നിന്ന് റിട്ടയറായ ഒരു വ്യക്തി ഒരു പൊതുചടങ്ങിൽ എറണാകുളത്ത് വെച്ച് നടത്തിയ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ആ റിസർവ് ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത അദ്ദേഹം പറഞ്ഞത് ഇതേപോലെ 2006 മറ്റോ ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു കാര്യം നടന്നു. അന്ന് വലിയ തട്ടിപ്പ് നടന്നു. ഏറ്റവും അവസാനം തട്ടിപ്പിനിരയായ വ്യക്തിയോട് ചോദിച്ചു വന്നപ്പോഴാണ് തട്ടിപ്പിനിരയായത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന്. അങ്ങനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വരെ ഇത്തരത്തിലുള്ള അഭിനയക്കാരുടെ, തട്ടിപ്പുകാരുടെ ഇതിൽപ്പെട്ട് വീഴുന്നു എന്നുള്ളത് വലിയ അപകടകരമായ യാഥാർത്ഥ്യമാണ്. ഇനിയും തട്ടിപ്പിൽ വീഴാതിരിക്കാൻ ശ്രദ്ധ പുലർത്തുക എന്നതാണ് ഈ വാർത്ത മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പ് നടന്നിരിക്കുന്നതിൻ്റെ വിശദമായ വിവരങ്ങൾ ആണ് തത്സമയം അനീഷ് ആന്റണി നൽകിയത്. തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് തൃശ്ശൂരിലെ ട്രീസ എന്ന
സ്ത്രീയാണ്. ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഓരോ വ്യക്തിയും എടുക്കുക എന്നത് മാത്രമാണ് മേലൂർ സ്വദേശി ട്രീസയുടെ ഈ അനുഭവം നൽകുന്ന പാഠം.